നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതി. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴയിലേക്ക് കൈമാറും. സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമ പരാതികളിൽ മൊഴിയെടുപ്പ് തുടരുന്നു. ഓരോ കേസും ഓരോ സംഘം അന്വേഷിക്കുമെന്ന AIG G പൂങ്കുഴലി. മുകേഷ് രാജിവെക്കണമെന്ന ആനിരാജയുടെ നിലപാട് തള്ളി ബിനോയ് വിശ്വം. കേരളത്തിലെ വിഷയങ്ങളിൽ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വം. ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPIM-ൽ സജീവമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ കനക്കും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശിൽ എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ ഹോസ്റ്റലിൽ ശുചിമുറിയിൽ ഒളിക്യാമറ. പെൺകുട്ടികളുടെ 300-ലേറെ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. കോളേജിലെ സീനിയർ വിദ്യാർത്ഥി അറസ്റ്റിൽ. ഹോസ്റ്റലിൽ വൻ പ്രതിഷേധം. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ച സർവേ ഫലങ്ങൾ. വാൾസ്ട്രീറ്റ് ജേണലിന്റെ പുതിയ സർവേയിൽ കമല ഹാരിസിന് 48% പിന്തുണയും ഡൊണാൾഡ് ട്രംപിന് 47% പിന്തുണയും രേഖപ്പെടുത്തി. റോയിറ്റേഴ്സിന്റെ സർവേയിൽ കമല ഹാരിസിന് മേൽക്കൈ.